ചില ആൾക്കാർ എന്ത് കഴിച്ചാലും ശരീരത്തേക്ക് പിടിക്കത്തില്ല, ദഹിക്കത്തില്ല, വലിച്ചെടുക്കത്തില്ല. എന്ന് വെച്ചാൽ നന്നായിട്ട് കഴിക്കുകയും ചെയ്യും അവർ. ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ അവർ വളരെ ഡയറ്റ് നോക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് കഴിച്ചാലും ശരീരത്തേക്ക് പിടിക്കത്തില്ല. പലപ്പോഴും നല്ല ബാക്ടീരിയകൾ കുടലില്ലാത്തതിൻ്റെ പ്രശ്നം കൊണ്ട് വരാം, ഈ ചീത്ത ബാക്ടീരിയ കൂടിയത് കൊണ്ട് വരാം, വിരയുടെ അളവ് കൂടിയത് കൊണ്ട് വരാം. വിരയുടെ മരുന്ന് പൊതുവേ ഞാൻ ആരോടെങ്കിലും ചോദിക്കുമ്പോൾ വിരയുടെ മരുന്ന് എടുക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ അതൊക്കെ പിള്ളേർക്ക് ഉള്ള കാര്യമല്ലേ, കുട്ടികൾക്ക് എന്ന് പറയാം. കുട്ടികൾക്കെന്നല്ല, എല്ലാ വ്യക്തികൾക്കും വിരയുടെ മരുന്ന് എടുക്കണം. ഇനി വിരയുടെ അളവ് കൂടിയെന്ന് എങ്ങനെ അറിയാം? ഇവർക്ക് HB ലെവൽ എപ്പോഴും കുറവായിരിക്കും, അയൺ ഫെറിറ്റിൻ കുറയും, മുടി കൊഴിച്ചിലുണ്ടാകും, ശരീരം വണ്ണം വെക്കത്തേ ഇല്ല. അതേപോലെ തന്നെ എപ്പോഴും ക്ഷീണവും മടിയായിരിക്കും. പിന്നെ നഖത്തിനൊക്കെ ഫംഗസ് പിടിച്ച രീതി വരും, സൈനസൈറ്റിസ് പ്രശ്നങ്ങൾ റിപ്പീറ്റഡായിട്ട് വരും, താരൻ്റെ അളവ് കൂടും, വേർപ്പിന് സ്മെല്ല് വരും, സംസാരിക്കുമ്പോൾ സ്മെല്ല് വരും. ഈ പറയുന്ന കാര്യം ഉണ്ടെങ്കിൽ വിരയുടെ അളവ് കൂടി എന്നുവെച്ചാൽ വിര കൂടുമ്പോൾ ഫംഗസും കൂടും. ഇതെല്ലാം കുടലിൽ കൂടിക്കഴിയുമ്പോൾ നല്ല അളവിൽ സ്കിന്നിന് പ്രശ്നം തുടങ്ങും, അങ്ങനെ മുടി കൊഴിച്ചിലുണ്ടാവും. അപ്പോൾ നമ്മൾ നോക്കുന്നത് വെറുതെ ഒരു എണ്ണ തൂത്തത് കൊണ്ടോ കുറച്ച് ഗുളിക കഴിച്ചതുകൊണ്ടൊന്നും പ്രശ്നം മാറില്ല. അപ്പോൾ എന്ത് കാരണം കൊണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസിയാണ്. അപ്പം ഈ വീഡിയോ കാണുന്ന ആരും ആയിക്കോട്ടെ, അവർ ജസ്റ്റ് അവരുടെ കണ്ടീഷൻ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. സ്ട്രെസ് ലെവൽ കൊണ്ടാണോ, വിരയുടെ അളവ് കൂടിയത് കൊണ്ടാണോ, ഫംഗസ് കൂടിയത് കൊണ്ടാണോ, പോഷകക്കുറവ് കൊണ്ടാണോ, എന്ത് കണ്ടീഷനാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ അളവ് കാര്യങ്ങൾ ഇത് ലെവലാക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ശരിയാവും. അല്ലാതെ ഇത് വെച്ചുകൊണ്ട് നമ്മളിങ്ങനെ ദീർഘനാളം അടക്കണ്ട, അല്ലെങ്കിൽ വെറുതെ ഒരു എണ്ണ തൂത്തുകൊണ്ട് നമ്മൾ സമയം കളയേണ്ട ആവശ്യമില്ല. കാരണം കണ്ടുപിടിക്കുക, അതിനുള്ളത് ചെയ്യുക. പല ആൾക്കാരും തൈറോയ്ഡ് പ്രശ്നം, ഇപ്പം എൻ്റെ PhD സബ്ജക്റ്റാണ് ഈ തൈറോയ്ഡൈറ്റിസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ. തൈറോയിഡിലെ നീർക്കെട്ടാണ്. ഈ നീർക്കെട്ട് വന്നു കഴിഞ്ഞാൽ അവർ സാധാരണ T3, T4, TS ചെക്ക് ചെയ്ത് എല്ലാം നോർമലായിരിക്കും. പക്ഷേ ഇവരുടെ ആൻറ്റിബോഡി ചെക്ക് ചെയ്യുക, തൈറോയ്ഡ് ഗ്ലാൻഡ് സ്കാൻ ചെയ്യുമ്പോഴൊക്കെയാണ് ഇത് മനസ്സിലാകുന്നത്. ഇതുണ്ടെന്ന കണ്ടീഷനിൽ നല്ല രീതിയിൽ മുടി കൊഴിച്ചിലുണ്ടാവും. എന്നാൽ തൈറോയിഡിൻ്റെ എല്ലാ പ്രശ്നവും ഇതിനകത്ത് കാണിക്കും, പക്ഷേ തൈറോയ്ഡ് ഹോർമോൺ ടെസ്റ്റ് ചെയ്താൽ നോർമലായിരിക്കും. അപ്പോൾ അവർ പറയും എനിക്ക് തൈറോയ്ഡ് ഇല്ലെന്നാണ് പറയുന്നത്, തൈറോയ്ഡ് പ്രശ്നം ഇല്ല എന്നാണ്. അങ്ങനെയല്ല. അയൺ കണ്ടൻറ്റ്, ഫെറിറ്റിൻ കണ്ടൻറ്റ്, വിറ്റാമിൻ D ഇത് മൂന്നും കുറഞ്ഞു കഴിഞ്ഞാൽ തൈറോയിഡിലെ നീർക്കെട്ട് കൂടും. അങ്ങനെ വരുമ്പോൾ നമ്മൾ നീർക്കെട്ടിന് ഇതുവരെ മരുന്നൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ എന്താണ്, ഇത് ലെവലാക്കി കൊടുത്തേച്ച് ഇതിന് വേണ്ടുന്ന ലൈഫ് സ്റ്റൈലും ഫുഡും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അതിൻ്റെ സപ്ലിമെൻറ്റും മെഡിസിനൊക്കെ കൊടുത്ത് കഴിയുമ്പോഴായിരിക്കും മുടി കൊഴിച്ചിൽ കുറയുന്നത്.